പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ഭൗതികശാസ്ത്രം ചോദ്യപേപ്പറിന്റെ ആൻസർ കീ പരിശോധിക്കാം. സെക്ഷൻ എ. ചോദ്യം 1. വായുവിൽ നിന്നും ജലത്തിലേക്ക് ലംബവുമായി 50 ഡിഗ്രി കോണിൽ പതിക്കുന്ന പ്രകാശം. ഉത്തരം ഓപ്ഷൻ ഡി. ലംബവുമായി 50 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ കോണിൽ ജലത്തിലേക്ക് അപവർത്തനം ചെയ്യപ്പെടും. ചോദ്യം 2. പ്രസ്താവന. ഒരു വസ്തുവിന് കൊച്ചിയിൽ അനുഭവപ്പെടുന്ന ഭാരവും മൗണ്ട് എവറസ്റ്റിൽ അനുഭവപ്പെടുന്ന ഭാരവും തുല്യമായിരിക്കും. കാരണം ഭൂമിയിലെല്ലായിടത്തും ഗുരുത്വാകർഷണ ത്വരണം തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവന തെറ്റാണ്, കാരണവും തെറ്റാണ്. ചോദ്യം 3. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. പട്ടികയിൽ എ, ബി കോളങ്ങൾ ഉചിതമായി ചേർത്തിരിക്കുന്നതേതാണെന്ന് തെരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 4. ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോസിറ്റീവ് പ്രവൃത്തിയുടെ ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. ഒരു മാങ്ങ വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. ബക്കറ്റ് വെള്ളത്തിൽ മുക്കുമ്പോൾ ബക്കറ്റിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. സെക്ഷൻ ബി. ചോദ്യം 5. ഒരു വസ്തുവിൽ എ എന്ന വ്യക്തി 500 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. ബി എന്ന വ്യക്തി അതേ വസ്തുവിൽ അതേ ദിശയിൽ തുല്യബലം പ്രയോഗിക്കുന്നു. എ. വസ്തുവിന് അനുഭവപ്പെടുന്ന പരിണതബലം എത്ര? ഉത്തരം 500 ന്യൂട്ടൺ പ്ലസ് 500 ന്യൂട്ടൺ = 1000 ന്യൂട്ടൺ. ബി. വസ്തുവിന് അനുഭവപ്പെടുന്ന ബലം സന്തുലിതമാണോ അസന്തുലിതമാണോ എന്നെഴുതുക. ഉത്തരം സാധൂകരിക്കുക. ഉത്തരം അസന്തുലിത ബലം, അൺബാലൻസ്ഡ് ഫോഴ്സ്. കാരണം ഇവിടെ പരിണതബലം 0 1000 ന്യൂട്ടനാണ്. ചോദ്യം 6. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പ്രവേഗസമയ ഗ്രാഫ് ചുവടെ കൊടുത്തിരിക്കുന്നു. ചോദ്യം എ. എ മുതൽ ബി വരെയുള്ള കാറിന്റെ ത്വരണം കണ്ടെത്തുക. ഉത്തരം സാധൂകരിക്കുക. ഉത്തരം 0 കാരണം എ മുതൽ ബി വരെ പ്രവേഗത്തിൽ മാറ്റമില്ല, സമപ്രവേഗം. ചോദ്യം ബി. ഗ്രാഫിൽ കാറിന്റെ മന്ദീകരണം സൂചിപ്പിക്കുന്നത് ഏത് ഭാഗമാണ്, എന്തുകൊണ്ട്? ഉത്തരം ബി-സി എന്ന ഭാഗം. കാരണം ഇവിടെ സമയം കൂടുന്തോറും പ്രവേഗം കുറഞ്ഞുവരുന്നു. ചോദ്യം 6ബി. ചുവടെ നൽകിയിരിക്കുന്ന പ്രവേഗ സമയ ഗ്രാഫ് നിരീക്ഷിക്കുക. വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിച്ച സമയത്ത് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. കുട്ടികളെ, ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 7. ഒരു കാർ സമവേഗത്തിൽ ഒരു വളവു തിരിയുന്നു. അതിന്റെ പ്രവേഗം സമാനമാണോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഉത്തരം അല്ല, പ്രവേഗം സമാനമല്ല. സാധൂകരണം. പ്രവേഗം എന്നത് ഒരു വെക്റ്റർ അളവാണ്. കാർ വളവു തിരിയുമ്പോൾ അതിന്റെ വേഗത മാറിയില്ലെങ്കിലും സഞ്ചാരദിശ മാറുന്നു. ദിശ മാറുന്നതുകൊണ്ട് പ്രവേഗവും മാറുന്നു. ചോദ്യം 8. ചുവടെ കൊടുത്തിട്ടുള്ളവയ്ക്ക് കാരണങ്ങൾ നൽകുക. എ. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാണ്. ഉത്തരം ചലനജഡത്വം, ഇനർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. വാഹനം പെട്ടെന്ന് നിൽക്കുമ്പോൾ യാത്രക്കാരന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗം ചലനത്തിൽ തുടരാൻ ശ്രമിക്കുകയും സീറ്റിൽ നിന്ന് മുന്നോട്ട് തെറിച്ചു വീഴാൻ കാരണമാവുകയും ചെയ്യുന്നു. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതിനൊപ്പം കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു. ഉത്തരം വേഗത്തിൽ വരുന്ന പന്ത് കൈയിൽ തട്ടുമ്പോൾ അതിന്റെ ആക്കം അല്ലെങ്കിൽ മൊമന്റം പെട്ടെന്ന് 0 ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം ആക്കമാറ്റത്തിനെടുക്കുന്ന സമയം വർദ്ധിപ്പിച്ചാൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. കൈ പുറകോട്ട് വലിക്കുന്നതിലൂടെ പന്തിന്റെ ആക്കം 0 എടുക്കുന്ന സമയം വർദ്ധിക്കുന്നു. ഇത് പന്ത് കൈയിൽ പ്രയോഗിക്കുന്ന ആഘാതബലം കുറയ്ക്കുകയും കൈക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചോദ്യം 9a. ഒരു സൂപ്പർ മാർക്കറ്റിൽ 100 കിലോഗ്രാം മാസുള്ള ഒരു ട്രോളി ഒരാൾ ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ അത് 5 മീറ്റർ/സെക്കൻഡ്² ത്വരണത്തോടെ 16 മീറ്റർ ദൂരം നേർരേഖയിൽ മുന്നോട്ടു നീങ്ങി. അയാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുക. ഉത്തരം ചോദ്യം 9ബി. 4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു.
അതിൽ ബലം പ്രയോഗിച്ചപ്പോൾ അതിന്റെ വേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആവുകയും അതിന് 40 മീറ്റർ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്തു. ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുക. ഉത്തരം: ചോദ്യം 10. മുകളിൽ നിന്ന് വസ്തുക്കൾ താഴേക്ക് പതിക്കാറുണ്ട്. അവയിൽ ചിലത് നിർബാധ പതനത്തിലാണ്. എ. നിർബാധ പതനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം: ബാഹ്യബലങ്ങളുടെ സ്വാധീനമില്ലാതെ കേവലം ഗുരുത്വാകർഷണ ബലത്താൽ മാത്രം ഒരു വസ്തു താഴേക്ക് പതിക്കുന്നതിനെയാണ് നിർബാധ പതനം എന്ന് വിളിക്കുന്നത്. ബി. നിർബാധ പതനം നടത്തുന്ന ഒരു വസ്തുവിന്റെ ഭാരം പൂജ്യമാകാൻ കാരണമെന്ത്? ഉത്തരം: വസ്തുവിന് താങ്ങുബലം അഥവാ സപ്പോർട്ടിംഗ് ഫോഴ്സ് ഒന്നും അനുഭവപ്പെടാത്തതിനാലാണ് അത് ഭാരരഹിതമായി അനുഭവപ്പെടുന്നത്. ചോദ്യം 11. മരണക്കിണറിൽ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തിക്ക് അഭികേന്ദ്ര ബലമുള്ളതുകൊണ്ടാണ് ആ പാത നിലനിർത്താൻ കഴിയുന്നത്. എ. അഭികേന്ദ്ര ബലം എന്നതുകൊണ്ടർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം: വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. ബി. സമവർത്തുള ചലനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ പ്രവേഗത്തിന്റെ ദിശയെന്തായിരിക്കും? ഉത്തരം: വൃത്തപാതയിലെ ആ ബിന്ദുവിൽ വരയ്ക്കുന്ന തൊടുവരയുടെ ടാൻജന്റിന്റെ ദിശയിലായിരിക്കും പ്രവേഗത്തിന്റെ ദിശ. സെക്ഷൻ സി. ചോദ്യം 12. മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം പട്ടികയിൽ നൽകിയിരിക്കുന്നു. പ്രകാശം ഏത് മാധ്യമത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം: ജലം. അപവർത്തനാങ്കം ഏറ്റവും കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗത കൂടുതലായിരിക്കും. സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിനിലേക്ക് ഒരു പ്രകാശകിരണം 30 ഡിഗ്രിയിൽ ചരിഞ്ഞു പതിക്കുന്നു. ആ പ്രകാശകിരണം ഗ്ലിസറിനിലൂടെ എത്ര കോണളവിൽ കടന്നുപോകും? ഉത്തരം: 30 ഡിഗ്രി. രണ്ട് മാധ്യമങ്ങളുടെയും അപവർത്തനാങ്കം ഒന്നായതിനാൽ 1.47 പ്രകാശകിരണത്തിന് ദിശാമാറ്റം സംഭവിക്കില്ല. ചോദ്യം 13. താഴെ നൽകിയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമം എഴുതുക. റോക്കറ്റിന്റെ അറകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വാതകം റോക്കറ്റിന്റെ കുതിപ്പിന് കാരണമാകുന്നു. ഉത്തരം: ന്യൂട്ടന്റെ മൂന്നാം ചലനനിയമം. ഒരു ബസ് നിശ്ചലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നു. ഉത്തരം: നിശ്ചല ജഡത്വം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഒരു പോൾ വാൾട്ട് ജമ്പിൽ ഫോം ബെഡിൽ വീഴുന്നതിലൂടെ ആഘാതം കുറയുന്നു. ഉത്തരം: ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ആക്കമാറ്റ നിരക്ക് കുറയുന്നു. ചോദ്യം 14 എ. ചന്ദ്രോപരിതലത്തിലെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 മടങ്ങാണ്. എ. 18 കിലോ മാസ്സുള്ള ഒരു വസ്തുവിന് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? ഉത്തരം: ഈ വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന മാസ്സും ഭാരവും എത്രയാണ്? ചോദ്യം 14 ബി. എ. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്ര? ഉത്തരം: 0. ഒരു വസ്തുവിന്റെ ഭാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം: വസ്തുവിന്റെ മാസ് m, ആ സ്ഥലത്തെ ഗുരുത്വാകർഷണ ത്വരണം g. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് പരമാവധി ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? കാരണം നൽകുക. ഉത്തരം: ധ്രുവങ്ങളിൽ, പോൾസ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ധ്രുവങ്ങളിലേക്കുള്ള ദൂരം കുറവായതിനാൽ അവിടെ ഗുരുത്വാകർഷണ ത്വരണം g കൂടുതലാണ്. ചോദ്യം 15 എ. ഒരു വസ്തുവിന്റെ ഭാരം വായുവിൽ 0.045 kgWt-യും വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങുമ്പോൾ 0.31 kgWt-യും ആണെങ്കിൽ ചോദ്യം 15 ബി. കടലിൽ നിന്ന് നദിയിലേക്ക് കടക്കുമ്പോൾ കപ്പൽ കൂടുതൽ താഴുന്നതിന് കാരണം നദീജലത്തിന് സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇവിടെ പ്ലവക്ഷമബലത്തിൽ എന്തു മാറ്റമുണ്ടാകുന്നു? വിശദമാക്കുക. ഉത്തരം: പ്ലവക്ഷമബലത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. വിശദീകരണം: ഒരു വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ ഭാരത്തിന് തുല്യമായ പ്ലവക്ഷമബലമായിരിക്കും അനുഭവപ്പെടുന്നത്. കപ്പലിന്റെ ഭാരത്തിന് മാറ്റം വരാത്തതിനാൽ അത് കടലിലായാലും നദിയിലായാലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം തുല്യമായിരിക്കും. എന്നാൽ നദീജലത്തിന് സാന്ദ്രത കുറവായതിനാൽ അതേ അളവ് പ്ലവക്ഷമബലം കിട്ടാൻ കൂടുതൽ ജലം ആദേശം ചെയ്യേണ്ടിവരുന്നു.
ഇതിനാലാണ് കപ്പൽ കൂടുതൽ താഴുന്നത്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എഴുതുക. ഉത്തരം: വസ്തുവിന്റെ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്തിന്റെ വ്യാപ്തം. ചോദ്യം 16. വെള്ളം ചേർത്ത പാൽ വിൽക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. എ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം പ്ലവന തത്വം. ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണം ഹൈഡ്രോമീറ്റർ. ചോദ്യം 17. 1.5 മീറ്റർ ഉയരമുള്ള ഒരു പോർട്ടർ 15 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്യൂട്ട്കേസ് നിലത്തുനിന്ന് ഉയർത്തി തലയിൽ വയ്ക്കുന്നു. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പോർട്ടർ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. ഉത്തരം: സെക്ഷൻ ഡി. ചോദ്യം 18A. 500 ഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ ഒരു നിശ്ചിത സമയത്തേക്ക് 20 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ വേഗം 65 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു. ബലം പ്രയോഗിക്കപ്പെട്ട സമയം കണക്കാക്കുക. ഉത്തരം: ചോദ്യം 18B. 700 ഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 14 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ വേഗം 30 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡ് കൊണ്ട് ഒരു നിശ്ചിത മൂല്യത്തിലേക്ക് മാറുന്നു. വസ്തുവിന്റെ വേഗത്തിലുണ്ടായ മാറ്റം കണക്കാക്കുക. ഉത്തരം: കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. നന്ദി.